ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 14 വാക്യം. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ പൗത്രനായിരുന്നു ലാബാൻ. ബെഥൂവേലായിരുന്നു ലാബാൻ്റെ പിതാവ്. മെസൊപ്പൊത്താമിയയിലാണ് ഇവരുടെ സ്വദേശം. മെസൊപ്പൊത്താമിയ എന്ന പേരിൻ്റെ അർത്ഥം നദിക്കിടയിലുള്ളത് എന്നാണ്. അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ളതായ ഒരു ഭൂപ്രദേശമാണിത്. നാഹോറിൻ്റെ പട്ടണവും അബ്രഹാമിൻ്റെയും പിതാക്കന്മാരുടെയും നാടും ഇത് തന്നെയായിരുന്നു. അബ്രഹാം തൻ്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കേണ്ടതിന് ദാസനെ അയക്കുന്നതും ഇവിടേക്ക് തന്നെയായിരുന്നു. ശക്തവും കെട്ടുറപ്പുള്ളതുമായ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു മെസൊപ്പൊത്താമിയ. ആധുനിക ഇറാഖും വടക്കുകിഴക്കേ സിറിയയും ഉൾപ്പെടുന്ന പ്രദേശം ആണിതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ലാബാൻ അരാമ്യ വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മെസൊപ്പൊത്താമിയയിലെ പദ്ദൻ ആരാമിലായിരുന്നു ലാബാൻ താമസിച്ചിരുന്നത്. ലാബാൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായി, ചാർച്ചക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ലാബാൻ. തൻ്റെ സ്വന്തം ചാർച്ചക്കാരോട് സ്നേഹപൂർവ്വം ഇടപെടുന്ന ഒരു ലാബാനെയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം പറഞ്ഞതനുസരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് വന്ന അതിഥിയെ ലാബാൻ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായിട്ട് കാണാം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ന് അഭിസംബോധന ചെയ്താണ് തൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഭവനത്തിൽ എത്തിയ അതിഥിയോട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ലാബാൻ ഇപ്രകാരം പറയുന്നു: ഈ കാര്യം യഹോവയാൽ വരുന്നു. നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ട് പോക എന്ന്. തുടർന്നും റിബേക്ക യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ അവളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. സഹോദരി, നീ അനേകായിരമായി തീരുക, നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പറയുന്നു. എന്നാൽ 29 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ലാബാനെ അന്വേഷിച്ചു വരുന്ന യാക്കോബിനോടും ലാബാൻ ഇപ്രകാരം പറയുന്നുണ്ട്: നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. ഇവിടെയെല്ലാം തൻ്റെ ചാർച്ചക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ലാബാനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി ജീവിക്കുന്ന ലാബാൻ. ലാബാൻ്റെ 2 പെൺമക്കളിൽ ഇളയവളായ റാഹേലിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന ഒരു കരാർ യാക്കോബുമായി ഉണ്ടാക്കുന്നു. എന്നാൽ 7 വർഷങ്ങൾക്കു ശേഷം മൂത്തവളായ ലേയയെയാണ് യാക്കോബിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. തുടർന്ന് 7 വർഷം പിന്നെയും യാക്കോബ് പണിയെടുത്ത് കാത്തിരിക്കുന്നു. എന്നാൽ റാഹേലിനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷവും 6 വർഷം ലാബാൻ്റെ വീട്ടിൽ യാക്കോബ് താമസിക്കേണ്ടതായിട്ട് വരുന്നു. ലാബാന് പുത്രിമാർ മാത്രമല്ല പുത്രന്മാരും ഉണ്ടായിരുന്നതായി ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 30 അധ്യായത്തിൻ്റെ 35 വാക്യത്തിലും പറയുന്നുണ്ട്. ലാബാൻ വാക്കു നൽകിയ കാലാവധി കഴിഞ്ഞിട്ടും യാക്കോബിനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുവാനായിട്ട് വിസമ്മതിക്കുന്നു. അതിനാൽ ലാബാൻ ഭവനത്തിൽ ഇല്ലാതിരുന്ന അവസരം കൈമുതലാക്കിയാണ് യാക്കോബും കുടുംബവും യൂഫ്രട്ടീസ് നദി കടന്ന് കനാനിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെയും അവരെ പിന്തുടർന്ന് 7 ദിവസത്തെ യാത്രയ്ക്കു ശേഷം ഗിലെയാദിൽ വെച്ച് അവരെ കണ്ടുമുട്ടുന്നു. അവസാനം അവിടെ വെച്ച് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി രമ്യമായിട്ട് പിരിയുന്നതായിട്ടും നമുക്ക് കാണാം. ലാബാൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഭാഗം മുഴുവൻ താൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ജീവിച്ചിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ ദൈവം തരുമ്പോൾ അവയുടെ പിന്നാലെ പോയിട്ട് അത് നൽകിയ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതം ഇന്ന് എപ്രകാരമാണ്? നമ്മുടെ ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും ഏവരോടും സ്നേഹപൂർവ്വം ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയ കർത്താവേ, അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെ മറന്നു പോകാതെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.